ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രധാന അധ്യാപകനെതിരെ പോക്സോ ചുമത്തി കേസെടുത്തു. പാലക്കാട് നഗരത്തിലെ സർക്കാർ UP സ്കൂളിലാണ് സംഭവം. കഴിഞ്ഞ മാസം പാഠപുസ്തകം വാങ്ങാനെത്തിയ വിദ്യാർത്ഥിക്ക് നേരെ പ്രധാന അധ്യാപകൻ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതി. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, അധ്യാപകനാണ്, വഴി കാട്ടേണ്ടവരാണ്, വഴി തെളിയിക്കേണ്ട ആളാണ്. പക്ഷേ ഇന്നത്തെ കാലം വരുമ്പോൾ നമുക്ക് ഈ പറയുന്നതൊക്കെയും എവിടെയൊക്കെ പറയാനാകുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് ഈ വിവരം പുറത്തറിയുന്നത്? പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള ഒരു സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത്. UP സ്കൂളിലെ അധ്യാപകനാണ്. ഈ അധ്യാപകൻ വിദ്യാർത്ഥിയോട് മോശമായി പെരുമാറി എന്നുള്ളതാണ്, ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. കുട്ടി പാഠപുസ്തകം വാങ്ങാൻ പോയപ്പോഴാണ് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായതെന്ന് ഈ പരാതിയിൽ പറയുന്നു. ഏതായാലും ഈ പരാതിയിൽ പാലക്കാട് സൗത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. രക്ഷിതാക്കളാണ് ഈ സംഭവത്തിൽ പാലക്കാട് സൗത്ത് പോലീസിൽ പരാതി നൽകിയത്. കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ്. അതിനുശേഷം മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ വിദ്യാർത്ഥിയുടെ പരാതിയിൽ 2 തവണ ഇത്തരത്തിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായെന്നാണ് പറയുന്നത്. ഏതായാലും ഈ വിഷയം കൂടുതൽ പോലീസ് പരിശോധിച്ചു വരികയാണ്. കുട്ടി പറഞ്ഞ ദിവസങ്ങൾ അതിക്രമം നേരിട്ടു എന്നുള്ളതാണോ? അങ്ങനെയാണ് കുട്ടിയുടെ മൊഴി. കുട്ടി അങ്ങനെയാണ് മൊഴിയിൽ പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. കുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തി അധ്യാപകനെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിച്ചും വരികയാണ്. അതിനുശേഷം ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മറ്റു നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണമോ മറ്റോ ലഭിക്കുന്നുണ്ടോ? സർക്കാർ സ്കൂളാണോ? കാരണം ഈ സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ ഇത് പരാതി വന്ന് ഈ നടപടിയൊക്കെ ആവുന്നത് ഏതാനും കുറച്ച് സമയത്തിനുള്ളിൽ മാത്രമാണ് ഉണ്ടായത്. സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും, കാരണം ഈ സ്കൂളിലെ ഒരു മറുപടി എന്നുള്ളത് സർക്കാർ സ്കൂളാണ്, ഇതിൽ നിന്ന് മറുപടി പറയാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ മറ്റ് അധികൃതരൊന്നും തന്നെ തയ്യാറായിട്ടില്ല. അതിൽ ഇനി സ്വാഭാവികമായി ഈ അധ്യാപകനെതിരെ നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശരി, ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സംഭവിച്ചതിൽ ഒരു വ്യക്തത, ഒപ്പം തന്നെ അതിൽ മുൻപും അതിക്രമത്തിനിരയായി എന്ന് കുട്ടി പറയുമ്പോൾ ഈ പ്രധാന അധ്യാപകന്റെ സ്വഭാവം, അയാളുടെ പശ്ചാത്തലം ഒക്കെ എന്താണ് എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമാവുകയും ചെയ്യും. 7ാം ക്ലാസ് വിദ്യാർത്ഥി പാഠപുസ്തകം വാങ്ങാൻ പോയപ്പോൾ അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് അതിക്രമം ഉണ്ടായി എന്നുള്ളതാണ് കുട്ടിയുടെ പരാതി.